നമസ്കാരം കുട്ടികളെ. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന യൂണിറ്റിനകത്തുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുന്നത്. പാഠഭാഗത്തിൻ്റെ പേര് പ്രിയദർശനം. എഴുതിയിരിക്കുന്നത് കുമാരനാശാൻ. മലയാള സാഹിത്യ ലോകത്ത് സ്ത്രീ പുരുഷ സ്നേഹബന്ധത്തിന് ഒരു പുതിയ മാനം കൽപ്പിക്കപ്പെട്ട ഒരു ഖണ്ഡകാവ്യമായിരുന്നു കുമാരനാശാൻ്റെ പ്രിയദർശനം. ഖണ്ഡകാവ്യം ആയിരുന്നു പ്രിയദർശനം. ഈ കൃതിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് ഒരു സ്നേഹം എന്നുകൂടി. ഈ കൃതിക്ക് എന്ന് പറഞ്ഞാൽ പ്രിയദർശനത്തിനല്ല, നളിനി എന്ന കൃതിയിൽ നിന്നെടുത്തൊരു ഭാഗമാണ് പ്രിയദർശനം. ഈ ഖണ്ഡകാവ്യമായ നളിനിക്ക് മറ്റൊരു പേരാണ് ഒരു സ്നേഹം. അപ്പോൾ പ്രിയദർശനം എന്ന പാഠഭാഗത്തിൻ്റെ ഒരു ചുരുക്കം നമുക്ക് പറയാം. ഇതിനകത്തുള്ള രണ്ട് കഥാപാത്രങ്ങൾ അത് നമ്മൾ അറിഞ്ഞു വെച്ചേക്കേണ്ടതാണ്. ഒരു കഥാപാത്രത്തിൻ്റെ പേര് നളിനിയാണ്, മറ്റൊരു കഥാപാത്രത്തിൻ്റെ പേര് ദിവാകരനാണ്. നളിനിയും ദിവാകരനും. കഥാപാത്രങ്ങൾക്ക് നളിനിയും ദിവാകരനും എന്ന് പേര് നൽകിയതിലെ ഔചിത്യം എന്താണെന്നുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വരും. നമുക്ക് അവിടെ പറഞ്ഞു തുടങ്ങാം. ദിവാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം. നളിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര എന്നാണ് അർത്ഥം. പ്രണയത്തിൻ്റെ ഒരു ഉദാഹരണം, പ്രണയത്തിൻ്റെ ഒരു എന്താ പറയുക, സിംബോളിക്കായിട്ട് എപ്പോഴും എഴുത്തുകാർ കാണിക്കുന്ന രണ്ട് സാധനങ്ങളാണ് സൂര്യനും താമരയും. സൂര്യൻ്റെ സാമീപ്യത്തിലാണ് ആര് വിടരാറുള്ളത്? താമര വിടരാറുള്ളത്. താമര വിടരുക എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു എന്താ പറയുക രൂപമായിട്ട് നമുക്കതിനെ ചിത്രീകരിക്കാം. ഈ സാധനം ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ദിവാകരൻ എന്ന പേരിൻ്റെ അർത്ഥം സൂര്യനെന്നും നളിനി എന്ന പേരിൻ്റെ അർത്ഥം താമര എന്നും. സൂര്യനും താമരയും പല കാലങ്ങളായിട്ട് പല ലോകത്തുള്ള എഴുത്തുകാർ കാമുകന്മാരായ പ്രകൃതിയിൽ നിന്ന് കാണിക്കുന്ന ഉദാഹരണങ്ങളാണ് സൂര്യനും താമരയും. നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു. അവർ ഒരേ വീടിനടുത്ത് താമസിച്ച് ഒരുമിച്ച് കളിച്ച് വളർന്നു വരുന്നവർ. വളർന്നു വന്ന സമയത്ത് നളിനിയുടെ മനസ്സിലുള്ള സൗഹൃദം ഒരുപക്ഷെ എന്തായി മാറിയിട്ടുണ്ടാകാം, പ്രണയമായി മാറിയിട്ടുണ്ടാകാം. എന്നാൽ ദിവാകരൻ ലൗകിക ജീവിതങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് സന്യാസമാർഗം സ്വീകരിക്കാൻ തയ്യാറായ ഒരു ആളായി മാറുകയായിരുന്നു. സ്വാഭാവികമായിട്ടും സന്യാസം സ്വീകരിച്ച് ദിവാകരൻ എങ്ങോട്ട് പോകുന്നു? ഹിമാലയ സാനുക്കളിലേക്ക് സന്യാസ ജീവിതം നയിക്കുന്നതിന് വേണ്ടി പോകുന്നു. ആ പോക്കിനിടയിൽ, ആ യാത്രക്കിടയിൽ, അല്ലെങ്കിൽ ആ യാത്ര പോയ സമയത്ത് തൻ്റെ പ്രിയതമനെ പിരിഞ്ഞിരിക്കാൻ ആരെ കൊണ്ട് സാധിച്ചില്ല? നളിനിയെ കൊണ്ടും സാധിച്ചില്ല. നളിനി ദിവാകരനെ കണ്ടുമുട്ടണം, ദിവാകരനോട് തൻ്റെ പ്രണയം പറയണം, ഇതുവരെ പറയാതെ വെച്ച സ്നേഹം പറയണം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നു? നളിനിയും ഹിമാലയ സാനുക്കളിലേക്ക് പോകുന്നു. ഒരു സന്യാസിനിയുടെ വേഷത്തിൽ എന്ത് ചെയ്യുന്നു? അവിടെ ജീവിക്കുന്നു. നീണ്ട കാലത്തിന് ശേഷം, ഒരുപാട് കാലത്തിന് ശേഷം അപ്രതീക്ഷിതമായിട്ട് ഹിമാലയ സാനുക്കളിൽ വെച്ച് നളിനി ആരെ കണ്ടുമുട്ടുന്നു? ദിവാകരനെ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പാഠഭാഗത്തിന് ഏത് പേര് കൊടുത്തിരിക്കുന്നത്? പ്രിയദർശനം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം തലക്കെട്ട് പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതാനുള്ള ഉത്തരമാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞത്. ഒരുപാട് കാലത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ താൻ എന്തുമാത്രം കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയെ ഹിമാലയ സാനുക്കളിൽ വെച്ച് നളിനി കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ മനസ്സിൻ്റെ സന്തോഷം, ആ കണ്ടുമുട്ടൽ ചിത്രീകരിക്കപ്പെടുന്ന പാഠമായതുകൊണ്ടാണ് ഈ പാഠഭാഗത്തിന് ഏത് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്? പ്രിയദർശനം എന്ന തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. റെഡിയല്ലേ? പറഞ്ഞ സാധനം മറന്നുപോയില്ലല്ലോ. ഇപ്പം തന്നെ എന്ത് ചെയ്തേക്കുക? എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചേക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷൻ്റെ സമയത്തൊന്ന് പാഠഭാഗം മറച്ചു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും? അതിനകത്തേക്ക് വ്യൂ പോവും. ചോദ്യം വന്നു കഴിഞ്ഞാൽ പാഠഭാഗത്തിൻ്റെ സൈഡിൽ എഴുതി വെച്ച സാധനം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. നമ്മളത് എന്ത് ചെയ്യും? ഉത്തരപേപ്പറിനകത്ത് എഴുതി വെക്കുകയും ചെയ്യും. അപ്പോൾ പ്രിയദർശനം എന്ന പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് നമ്മൾ എന്ത് ചെയ്തു? പരിശോധിച്ചു. അങ്ങനെ ദിവാകരനെ കണ്ടുമുട്ടിയ സമയത്ത് ദിവാകരനുമായിട്ടുള്ള സംഭാഷണമാണ് നമ്മുടെ പാഠഭാഗത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദിവാകരനെ ഒറ്റ നോട്ടത്തിൽ കണ്ടപാടെ ഇത് ദിവാകരനാണെന്നും തൻ്റെ പഴയ കാമുകനാണെന്നും ഒക്കെ ആര് തിരിച്ചറിയുന്നു? നളിനി തിരിച്ചറിയുന്നു. പക്ഷെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സന്യാസിനിയായിട്ട് മാത്രമേ ആർക്ക് കാണാൻ പറ്റുന്നുള്ളൂ? ദിവാകരന് കാണാൻ പറ്റുന്നുള്ളൂ.
കാരണം സ്ത്രീകളുടെ വളർച്ച വളരെ പെട്ടെന്നാന്നുള്ള ഒരു സൂചന അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. പണ്ട് നാട് വിട്ട് വരുന്ന സമയത്ത്, ദിവാകരൻ ഹിമാലയ സാനുക്കളിലേക്ക് വരുന്ന സമയത്ത് ഒരു കൗമാരപ്രായക്കാരിയായിട്ടുള്ള ഒരു കുട്ടി മാത്രമായിരുന്നു ആര്, നളിനിയെങ്കിൽ ഇപ്പോൾ നളിനി വളർന്നു വലുതായി യുവതിയായി മാറിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. രണ്ടാമത്തത്, അന്നത്തെ വസ്ത്രധാരണ രീതിയല്ല ഇന്ന് നളിനി ധരിച്ചിരിക്കുന്നത്. നളിനി ആരാണ്? സന്യാസിനിയാണ്. നളിനിയെ ഒരു കാരണവശാലും ഇവിടെ ആര് പ്രതീക്ഷിക്കുന്നില്ല, ദിവാകരൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള സാധനം അടുത്തൊരു ഘടകം. പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആ വേഷത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ആര് തിരിച്ചറിഞ്ഞേനെ, ദിവാകരൻ തിരിച്ചറിഞ്ഞേനെ. അപ്പോൾ നളിനി എങ്ങനെ ദിവാകരനെ തിരിച്ചറിഞ്ഞു? ദിവാകരൻ സന്യാസിയായിട്ടാണ് എങ്ങോട്ട് പോയി നിൽക്കുന്നത്, ഹിമാലയ സാനുക്കളിലേക്ക് വന്നിരിക്കുന്നത് നളിനിക്കറിയാം. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ നളിനി ആരെ തിരിച്ചറിഞ്ഞു, ദിവാകരനെ തിരിച്ചറിഞ്ഞു. ഇനി ദിവാകരൻ്റെ മനസ്സിലിരിപ്പ് ആർക്കറിയണം, നളിനിക്കറിയണം. അതിനുവേണ്ടി തന്നെ മനസ്സിലായിട്ടില്ല എന്ന് നളിനി തിരിച്ചറിഞ്ഞപ്പോൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടിക്കാലത്ത് കളിച്ചതും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദിവാകരൻ്റെ മനസ്സിൽ ഇപ്പോൾ ആ പ്രണയം ബാക്കിയുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നു, ചോദിക്കുന്നു. എന്നാൽ ഇത്രയും കാലം കാത്തിരുന്ന് പ്രണയം കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ പ്രണയത്തിന് വേണ്ടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥമില്ലാതെന്നും, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുകയാണെങ്കിൽ ആ ജീവിതത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, പ്രസക്തി ഈ ഭൂമിയിൽ നിന്ന് ഉള്ള തിരിച്ചൊരു ഉപദേശമാണ് ആര് കൊടുക്കുന്നത്, ദിവാകരൻ കൊടുക്കുന്നത്. അവിടെ വെച്ച് തന്നെ നളിനി എന്ത് ചെയ്തു, മരണമടയുകയും നളിനിയുടെ മരണത്തെ തുടർന്ന് നളിനി തന്നിലേക്ക് അർപ്പിച്ചിരുന്ന സ്നേഹത്തിൻ്റെ തീവ്രത എത്രമാത്രമാണെന്ന് ദിവാകരൻ തിരിച്ചറിയുകയും അവിടെ വെച്ച് തന്നെ നളിനിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പാഠഭാഗമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നെടുത്ത പ്രിയദർശനം എന്ന പാഠഭാഗം. ക്ലിയർ ആണല്ലോ? അപ്പം പ്രിയദർശനം എന്ന പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് പരിശോധിക്കുക. അതോടൊപ്പം തന്നെ കുമാരനാശാൻ, ആധുനിക കവിത്രയത്തിൽ സ്നേഹഗായകൻ എന്ന വിശേഷണത്തിന് അർഹനായ എഴുത്തുകാരനായിരുന്നു കുമാരനാശാൻ. അദ്ദേഹത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? സ്നേഹഗായകൻ എന്ന വിശേഷണത്തിനും കൂടി അർഹനാണ് ആര്? നമ്മുടെ കുമാരനാശാൻ. തത്വചിന്താപരമായ വരികളും തത്വചിന്താപരമായ വാചകങ്ങളും കുമാരനാശാന്റെ കവിതകളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള സംസർഗത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത തത്വചിന്താപരമായ കാര്യങ്ങൾ തൻ്റെ കവിതകളിൽ കൂടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അനുവർത്തിച്ചിട്ടുണ്ട്. അത്തരം പ്രയോഗങ്ങൾ പ്രിയദർശനം എന്ന കവിതയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ സാധിക്കും. പാഠഭാഗങ്ങൾ എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ആ ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, ഒന്ന് ഈ പാഠഭാഗം കൂടി എന്ത് ചെയ്യണം, ഒന്ന് കേട്ട് നോക്കിയതിന് ശേഷം ഈ ഭാഗത്തേക്ക് കടന്നു വരിക. പ്രിയദർശനം എന്ന പാഠഭാഗം, ആ ദർശനം പ്രിയപ്പെട്ടതായി മാറുന്നത് എപ്പോഴാണ്? താൻ ഒരുപാട് കാലം കാത്തിരുന്ന തൻ്റെ ദിവാകരനെ കാത്തിരുന്ന് അവസാന നിമിഷം കണ്ടുമുട്ടുന്ന സന്ദർഭം. ആ കാഴ്ച നളിനിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു, ഒരുപാട് സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് പാഠഭാഗത്തിന് ഏത് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്, പ്രിയദർശനം എന്ന തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. കൃതിക്കകത്ത് കൊടുത്തിരിക്കുന്ന രണ്ട് കഥാപാത്ര പേരുകൾ, ഒന്ന് ദിവാകരനും മറ്റൊന്ന് ആരായിരുന്നു, ഒന്ന് ദിവാകരനും മറ്റൊന്ന് നളിനിയുമായിരുന്നു. കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേരിൽ തന്നെ എന്തുണ്ട്, ആ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ്? ദിവാകരൻ എന്ന പേരിൻ്റെ അർത്ഥം സൂര്യനെന്നും നളിനി എന്ന പേരിൻ്റെ അർത്ഥം താമര എന്നുമാണ്. നളിനിയും സൂര്യനും താമരയും പ്രകൃതിയുടെ മുന്നിൽ അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ എഴുത്തുകാർ എപ്പോഴും നമ്മുടെ മുന്നിൽ കവിതാക്കളായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. ആ രണ്ട് പേരുകൾ തന്നെയാണ് തൻ്റെ കഥയിലെ തൻ്റെ കവിതക്കകത്തുള്ള രണ്ട് കഥാപാത്രങ്ങൾക്ക്, രണ്ട് കവിതാക്കൾക്ക് ആര് കൊടുത്തിരിക്കുന്നത്, കുമാരനാശൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് കവിതയുടെ മാറ്റം ഒന്നുകൂടി എന്ത് ചെയ്യുന്നു, നമ്മുടെ മുന്നിൽ കൂട്ടുന്നു. ക്ലിയർ ആണോ? ധീരനായ യതി നോക്കി തന്യുതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോഭമം. ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോഭമം. ഇവിടെ കാവ്യഭംഗി വിശദീകരിക്കുക എന്ന ചോദ്യമുണ്ട്. കഴിഞ്ഞ പാഠഭാഗങ്ങൾ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കാവ്യഭംഗിയായാലും ചമൽക്കാര ഭംഗിയായാലും
അലങ്കാരം ഭംഗിയായാലും ഉത്തരം എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. എന്ത് ചെയ്യണ്ട, കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. മാറ്റം വരുന്നത് എവിടെയാണ്? ശബ്ദഭംഗി ചോദിക്കുന്നിടത്താന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ശബ്ദഭംഗി. ധീരനായ യതി നോക്കി തന്യുതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോഭമം. ധീരനായ യതി നോക്കി. ധീരനാണ്. തൻ്റെ മുമ്പിൽ പ്രണയം നടിച്ച്, അല്ലെങ്കിൽ പ്രണയം നടിക്കല്ല, പ്രണയത്തോടു കൂടി വന്ന സ്ത്രീയുടെ മുന്നിൽ പ്രണയാർദ്രയായിട്ട് അല്ലെങ്കിൽ പ്രണയത്തിൽ വീണു പോകുന്ന ഒരു മാനസികാവസ്ഥയിലൊന്നല്ല ആരുള്ളത്? നമ്മുടെ സന്യാസി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീ വന്നിട്ട് അവളുടെ മുഖത്തേക്ക് പോലും എന്ത് ചെയ്തിട്ടില്ല? ചാബല്യത്തോടു കൂടി ആരും നോക്കിയിട്ടില്ല, ആ സന്യാസി നോക്കിയിട്ടില്ല. അത്തരത്തിൽ ധീരനായ യതി. യതി ആരായിരുന്നു? സന്യാസി. നോക്കി തന്നിതൻ, തന്നി ആ സുന്ദരിയായ, അതായത് ഇത്രയും നേരം സംസാരിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന താൻ ആരാണെന്നും താൻ എന്തിനാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ആരോട് പറഞ്ഞു കഴിഞ്ഞു? നളിനി ദിവാകരനോട് പറഞ്ഞു കഴിഞ്ഞു. ആ സമയത്തും ദിവാകരന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണം കിട്ടാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ആ ധീരനായ സന്യാസി എന്ത് ചെയ്ത് ആ സുന്ദരിയുടെ മുഖത്തേക്ക് നോക്കിയത്. എങ്ങനെയുള്ള മുഖത്തേക്ക്? ഭൂരി, വളരെയധികം കണ്ണുനീര് പറ്റിക്കിടക്കുന്ന ആ മുഖത്തേക്ക്, കരഞ്ഞുകൊണ്ട് കണ്ണുനീര് നിറഞ്ഞു കിടക്കുന്ന ആ മുഖത്തേക്കാണ് നോക്കിയത്. ആരുടെ മുഖത്തേക്ക്? ആ സുന്ദരിയായ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. എങ്ങനെയുള്ള മുഖം? ആ നോക്കിയതിനെ, അതായത് ദിവാകരൻ നളിനിയുടെ മുഖത്തേക്ക് നോക്കിയതിനെ, ദിവാകരൻ നളിനിയെ നോക്കിയതിനെ കവി എന്തിനോടോ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദിവാകരൻ നളിനിയെ നോക്കിയതാണ്. ആ നോക്കിയതിനെ കവി എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? പൂരിതാഭയോടുഷസ്സിൽ. ഉഷസ്, ഉഷസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഉഷസ് പ്രഭാതം. വളരെയധികം വെളിച്ചത്തോടു കൂടിയിട്ട് സൂര്യൻ ഉദിച്ചു വരുന്ന പ്രഭാത സമയത്ത് മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോഭമം. അതായത് ഉദിച്ചു വരുന്ന സൂര്യനോടാണ് ആരുടെ മുഖത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ഉദിച്ചു വരുന്ന സൂര്യനായിട്ട് ദിവാകരൻ്റെ മുഖത്തെയും, ഉദിച്ചു വരുന്ന സൂര്യൻ ആയിട്ട് ആരുടെ മുഖത്തെ? ദിവാകരൻ്റെ മുഖത്തെയും. മഞ്ഞുകണങ്ങൾ പറ്റിക്കിടക്കുന്ന പ്രഭാത സമയത്തുള്ള മഞ്ഞുകണങ്ങൾ പറ്റിക്കിടക്കുന്ന പനിനീർ പൂവായിട്ടാണ് ആരുടെ മുഖത്തെ വർണ്ണിച്ചിരിക്കുന്നത്? നളിനിയുടെ മുഖത്തെ വർണ്ണിച്ചിരിക്കുന്നത്. ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്ന ഭാഗം നോക്കുക. ഉദിച്ചു വരുന്ന സൂര്യനായിട്ടാണ് ആരെ വർണ്ണിച്ചിരിക്കുന്നത്? ദിവാകരൻ്റെ മുഖത്തെ വർണ്ണിച്ചിരിക്കുന്നത്. മഞ്ഞുകണങ്ങൾ പറ്റിക്കിടക്കുന്ന പനിനീർ പൂവായിട്ടാണ്, പനിനീർ സുമോഭമം, ആരെ വർണ്ണിച്ചിരിക്കുന്നത്? നളിനിയുടെ മുഖത്തെ വർണ്ണിച്ചിരിക്കുന്നത്. അതെന്താ സംഭവം? ദിവാകരൻ നളിനിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ നോട്ടം തന്നെ നളിനിയുടെ സങ്കടം ഒരു വിധത്തിൽ ഇല്ലാതാക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ കണ്ണീരില്ലാതാക്കുന്നതായിരുന്നു. ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ചെറിയ ചൂട് ഏൽക്കുന്ന സമയത്ത് പനിനീർ പൂവിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുകണങ്ങൾ എന്ത് ചെയ്യും? ചൂട് തട്ടുമ്പോൾ മഞ്ഞുകണങ്ങൾക്ക് എന്ത് സംഭവിക്കും? അത് അലിഞ്ഞ് ഇല്ലാതായി പോകും. അതുപോലെ ദിവാകരൻ്റെ നോട്ടം കിട്ടിയപ്പോൾ നളിനിയുടെ മുഖത്തുള്ള കണ്ണുനീര് പോലും, അല്ലെങ്കിൽ മനസ്സിനകത്തുള്ള കണ്ണുനീര്, സങ്കടം പോലും ഇല്ലാതാകുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഈ വരി കൊണ്ട് എന്ത് ചെയ്യുന്നത്? കവി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ കാവ്യഭംഗി എന്തായി മാറി? അവിടെ പൂർത്തിയായി മാറി. കാവ്യഭംഗി അല്ലെങ്കിൽ ചമൽക്കാര ഭംഗി, അലങ്കാര ഭംഗി. ഉദിച്ചു വരുന്ന സൂര്യനോട് ദിവാകരൻ്റെ മുഖത്തെയും മഞ്ഞുകണങ്ങൾ പറ്റിക്കിടക്കുന്ന പനിനീർ പൂവിനോട് നളിനിയുടെ മുഖത്തെയും സാദൃശ്യപ്പെടുത്താണ് ചെയ്തിരിക്കുന്നത്. ഉദിച്ചു വരുന്ന സൂര്യൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോൾ, കിരണങ്ങളുടെ ചൂട് ഏൽക്കുന്ന സമയത്ത് പനിനീർ പൂവിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുകണങ്ങൾ അലിഞ്ഞില്ലാതാകുന്നത് പോലെ ദിവാകരൻ്റെ നോട്ടം നളിനിയുടെ നേരെ വന്ന സമയത്ത് നളിനിയുടെ മുഖത്തുള്ള കണ്ണുനീര് ഇല്ലാതായി, മനസ്സിനകത്തുള്ള വിഷമം ഇല്ലാതായി എന്ന സൂചനയാണ് ഈ 4 വരികളിലൂടെ ആര് തരുന്നത്? കവി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ചമൽക്കാര ഭംഗി, അലങ്കാര ഭംഗി, കാവ്യഭംഗി എന്ന് പറയുന്നതിൻ്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്ത് കിട്ടി. ഇനി അവിടെ ചോദിക്കാൻ പോകുന്നത് ശബ്ദഭംഗിയാണെന്നിരിക്കട്ടെ. എന്താ ചോദിക്കാൻ പോകുന്നത്? ശബ്ദഭംഗിയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുള്ള ശബ്ദഭംഗി എന്ന് പറഞ്ഞേ. ധീരനായ, ഭൂരിബാഷ്പം, പൂരിതാഭ,
ധാരയാർന്ന. എല്ലാ പദത്തിലും രണ്ടാമത്തെ അക്ഷരം എന്തായി വന്നിട്ടുണ്ട്? രാ എന്ന് പറയുന്ന അക്ഷരമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കവിത ആലാപനത്തിൻ്റെ ഇമ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അക്ഷരങ്ങളെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരേ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? പ്രാസം എന്ന് പറയും. ഇവിടെ ആവർത്തിച്ചിരിക്കുന്ന അക്ഷരം എത്രാമത്തെ അക്ഷരമാണ്? രണ്ടാമത്തെ അക്ഷരമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പേരിട്ട് വിളിക്കും? ദ്വിതീയാക്ഷരപ്രാസം. എന്ത് പ്രാസമാണ്? ദ്വിതീയാക്ഷരപ്രാസം എന്ന് നമ്മൾ എന്ത് ചെയ്യും? പേരിട്ട് വിളിക്കും. ഈ ഉത്തരം എഴുതി വെക്കേണ്ടത് എങ്ങനെയുള്ള ചോദ്യം വരുമ്പോഴാണ്? ശബ്ദഭംഗി ചോദിക്കാനുള്ള അല്ലെങ്കിൽ ശബ്ദഭംഗി കണ്ടെത്തുക എന്നുള്ള ചോദ്യം വരുന്ന സമയത്താണ് ഇങ്ങനെ നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, റെഡിയാണല്ലോ പറഞ്ഞ സാധനം? റെഡി. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട സഖി കേണിടേണ്ടകൾ പണ്ടു നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ. കാവ്യപരമായ സവിശേഷത തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കാവ്യഭംഗി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പറയാം. കാവ്യഭംഗി, നേരത്തെ പറഞ്ഞ പോലെ അലങ്കാര ഭംഗി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്ത് കൊണ്ടുവരാം? ചമൽക്കാര ഭംഗി. എന്ത് ചോദിച്ചാലും ഇനി നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല? കാവ്യഭംഗിയിലും അലങ്കാര ഭംഗിയിലും ചമൽക്കാര ഭംഗിയിലും നമുക്ക് ഒരു സംശയം ചെയ്യാൻ പാടില്ല, ഉത്തരം എഴുതുമുണ്ടാകാൻ പാടില്ല. നളിനി ദിവാകരന്റെ മുന്നിൽ വന്നു നിന്ന സമയത്ത് ദിവാകരന് തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം നളിനി പ്രകടിപ്പിക്കുമ്പോൾ അതിനുള്ള കാരണം ആര് പറയാണ്? ദിവാകരൻ പറയുന്ന ഭാഗമാണിത്. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട സഖി. നിന്നെ കണ്ടപാടെ നീ ആരാണ് എന്ന് ഞാൻ തിരിച്ചറിയാതെ പോയതോർത്ത് നിന്റെ മനസ്സിനകത്ത് എന്ത് വേണ്ട? ഇണ്ടൽ വേണ്ട സഖി. എന്ത് വേണ്ട? അതിനെക്കുറിച്ച് ഓർത്ത് നീ എന്ത് ചെയ്യണ്ട? സങ്കടപ്പെടേണ്ടതില്ല. ഇണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട. ദുഃഖം നിനക്ക് അതിൻ്റെ പേരിൽ എന്തില്ല? ആവശ്യമില്ല. അതോർത്ത് നീ എന്ത് ചെയ്യല്ലേ? കേണിടേണ്ട, കരഞ്ഞിടല്ലേ എന്ന് ആരോട് പറയുന്നു? നളിനിയോട് പറയുന്നു. കാരണം പണ്ട് നിന്നെ ഒരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ. പണ്ട് സന്യാസി ജീവിതം സ്വീകരിച്ച് ഞാൻ നാടുവിട്ടു പോരുന്ന സമയത്ത് നീ വെറും കൗമാരപ്രായത്തിലായിരുന്നു. ഇപ്പോൾ സപതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നുള്ള അർത്ഥം. ഇപ്പോൾ നീ എന്തായി മാറി? ഒരു വല്ലിയായി മാറി. വലിയൊരു വള്ളിക്കുടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പോൾ യൗവനാവസ്ഥയിലെത്തി. പെൺകുട്ടികളുടെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കുമെന്നുള്ളൊരു സൂചനയാണ് എന്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സപതി വല്ലിയായി നീ. പണ്ട് നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ. ഇപ്പോൾ നീ എന്തായി മാറി? ഒരു വള്ളിക്കുടിലായി മാറിയിരിക്കുന്നു. പണ്ട് നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ. ഇപ്പം നീ എന്തായി മാറി? വലിയൊരു വള്ളിക്കുടിലായി മാറിയിരിക്കുന്നു. സ്ത്രീകളുടെ വളർച്ചയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? സൂചിപ്പിച്ചിരിക്കുന്നത്. ഇളം കുരുന്ന് എന്ന് പറഞ്ഞിരുന്നത് എന്താണ്? അന്ന് അവൾ കൗമാരപ്രായത്തിലായിരുന്നു. ഇപ്പോൾ ഇവൾ എന്തായി മാറി? വല്ലി എന്ന് പറഞ്ഞിരിക്കുന്നത് യൗവനാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കാവ്യഭംഗി, അലങ്കാര ഭംഗി, ചമൽക്കാര ഭംഗി, കാവ്യപരമായ സവിശേഷത എന്തിനെക്കുറിച്ച് സൂചിപ്പിക്കാനാണോ മറ്റേത് സാധനത്തെ കൊണ്ടുവന്ന് കവി അവതരിപ്പിച്ചിരിക്കുന്നത് അത് എന്താണെന്ന് വിശദമാക്കി കഴിഞ്ഞാൽ ഇവിടെ വളർച്ചയുടെ ഘട്ടത്തെ, ആരുടെ വളർച്ചയുടെ ഘട്ടത്തെ? നളിനിയുടെ വളർച്ചയുടെ ഘട്ടത്തെ സൂചിപ്പിക്കാനാണ് ഇത്തരത്തിൽ പറഞ്ഞതെങ്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു ഇളം കുരുന്നായിരുന്നു, ചെറിയ തൈയായിരുന്നു നീ എന്നും ഇപ്പം നീ എന്തായി മാറി? വലിയൊരു വള്ളിക്കുടിലായി എന്ന് പറയുമ്പോൾ പണ്ട് അവൾ കൗമാര കാലഘട്ടത്തിലായിരുന്നു, ഇപ്പോൾ അവൾ വളർന്നു വലുതായി, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവാത്ത രൂപത്തിലേക്ക് മാറ്റം സംഭവിച്ചു. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തില്ല? തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് കാണാനുണ്ട്? ശബ്ദഭംഗി വേണമെങ്കിൽ നോക്കാവുന്ന സ്ഥലമുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ശബ്ദഭംഗി നോക്കാവുന്നതാണ്. ശബ്ദഭംഗി നോക്കുന്ന സമയത്ത് നോക്കിക്കേ, കണ്ടു എന്ന വാക്ക് നമുക്ക് എടുക്കാം, ഇണ്ടൽ എന്ന വാക്ക് നമുക്ക് എടുക്കാം, പണ്ടു എന്ന വാക്ക് നമുക്ക് എടുക്കാം, കണ്ടു എന്ന വാക്ക് നമുക്ക് എടുക്കാം. അവിടെ വാക്കുകളെ തന്നെ നമുക്ക് കൊണ്ടുവരാം. ഈ ഇണ്ട എന്ന പ്രയോഗത്തിൻ്റെ ഒരു രസം ഈ വരികളിൽ കാണാം. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട, കേണിടേണ്ട, പണ്ടു, കണ്ടു എന്ന് പറയുന്ന സാധനങ്ങൾ കൊണ്ടുവരാം, ഉത്തരത്തിനകത്ത് കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏത് പ്രാസമുണ്ട് ഇതിനകത്ത്? ദ്വിതീയാക്ഷര പ്രാസമുണ്ട്. അപ്പോൾ ദ്വിതീയാക്ഷര പ്രാസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് കാണിക്കണം. അതോടൊപ്പം ഒരേ ഉച്ചാരണ ഭംഗി ഉണ്ടാക്കുന്ന പദങ്ങൾ, ഉച്ചാരണ ഭംഗി ഉണ്ടാക്കുന്ന
പദങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, ശബ്ദഭംഗി ചോദിക്കുന്നിടത്ത് എഴുതി വെക്കാം. കണ്ടു, ഇണ്ടൽ, പണ്ടു, കണ്ടു, വേണ്ട, കേണിടേണ്ട, ഇത്തരത്തിലുള്ള വരികളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഈ കവിതയുടെ വരികൾക്ക് എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി ഭംഗി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ശബ്ദപരമായ പ്രത്യേകതയും ശബ്ദഭംഗിയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? ദെൻ ശബ്ദഭംഗിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട ഒരു ചോദ്യമാണ്. കഷ്ടകാലം അഖിലം കഴിഞ്ഞുഹ ദൃഷ്ടമീ വടിവിയെന്നു വന്നപ്പോൾ ദൃഷ്ടനായി ഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. ഇത് നമുക്ക് വേറെ രൂപത്തിൽ ചോദിക്കാം. ഇങ്ങനെ എന്തുകൊണ്ടാണ് നളിനി പരിചയപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാം. കാരണം നളിനി ദിവാകരനെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ഒരു ഭാഗമാണിത്. കഷ്ടകാലം അഖിലം കഴിഞ്ഞുഹ, എൻ്റെ കഷ്ടകാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം കഷ്ടകാലം എന്തായിരുന്നു, മനസ്സിനകത്തുള്ള ആദ്യം എന്തായിരുന്നു, ദിവാകരനെ എന്ന് കണ്ടുപിട്ടുമെന്നുള്ള സങ്കടത്തിലായിരുന്നു ആര് നടന്നിരുന്നത്, നളിനി നടന്നിരുന്നത്. ആ കഷ്ടകാലം മുഴുവൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. കാരണം എൻ്റെ മുന്നിൽ ഭാഗ്യം എന്ത് ചെയ്തിരിക്കുന്നു, ആകൃതി പൂണ്ടി വന്നിരിക്കുന്നു. ദിഷ്ടമീ വടിവി എന്ന് വന്ന പോൽ എൻ്റെ മുന്നിൽ ഇതാ ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഭാഗ്യം ആകൃതി പൂണ്ട് വന്ന പോലെ ദൃഷ്ടനായി ഹ ഭവാൻ. ഇവിടെ എനിക്ക് ആരെ കാണാൻ സാധിച്ചു, ദിവാകരനെ കാണാൻ സാധിച്ചു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ദിവാകരൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദിവാകരൻ്റെ മുഖത്ത് തനിക്ക് പരിചയമുള്ള ഒരാളാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള ഒരു ഭാവവും ആർക്ക് കാണാൻ പറ്റിയില്ല, നളിനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നളിനി പറയാണ്, ഭവാൻ പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. ദിവാകരന് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന നളിനിയാണ് ഞാൻ മഹാമനസ്സേ. എന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. പണ്ട് ഇഷ്ടമായിരുന്ന ആളായിരുന്നു ദിവാകരൻ എന്ന് നളിനി പറയാനുള്ള കാരണം എന്താ, ഇപ്പൊ ദിവാകരന്റെ മനസ്സിൽ ആ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയില്ല, നളിനിക്ക് അറിയില്ല. ആ ഒരു മറുപടി കൂടി ആരുടെ ഭാഗത്തു നിന്ന് വരണം, ദിവാകരന്റെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. ഭവാന് പണ്ട് ഇഷ്ടയാം നളിനി ഞാൻ മഹാമതേ. ഇങ്ങനൊരു ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ശബ്ദഭംഗി കണ്ടെത്തുക എന്നുള്ള ചോദ്യമാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ കൂടെയുള്ളൊരു ചോദ്യമാണ്, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളൊരു ചോദ്യം തന്നെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. കഷ്ടകാലം അഖിലം കഴിഞ്ഞു ഹാ ദിഷ്ടമീ വടിവി എന്ന് വന്നപ്പോൾ ദൃഷ്ടനായി ഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. എൻ്റെ ജീവിതത്തിലെ കഷ്ടകാലം മുഴുവൻ കഴിഞ്ഞു എന്ന് നളിനി തിരിച്ചറിയുന്നപ്പോഴാണ്, ദിവാകരനെ കണ്ടുമുട്ടുമ്പോഴാണ്. കാരണം ഇത്രയും കാലം മനസ്സിനകത്തുണ്ടായിരുന്ന കഷ്ടം എന്തായിരുന്നു, ദിവാകരനെ കാണാൻ പറ്റാത്തതിലുള്ള സങ്കടമായിരുന്നു. ആ സങ്കടമാണ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്, മാറിയിരിക്കുന്നത്. അതിന് കാരണം പറയുന്നത് എന്താണ്, എൻ്റെ ഭാഗ്യം എൻ്റെ മുന്നിൽ എന്ത് ചെയ്തിരിക്കുന്നു, ആകൃതി പൂണ്ട് വന്നിരിക്കുന്നു. വടിവ്, ആകൃതി, എൻ്റെ ഭാഗ്യം ഇതാ എൻ്റെ മുന്നിൽ ഒരു രൂപം പ്രാപിച്ചു വന്നിരിക്കുന്നു. അത് ആരുടെ രൂപമാണ്, ദൃഷ്ടനായി ഇഹ ഭവാൻ. ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാണ് അർത്ഥത്തോ. ഇവിടെ ആരെ കണ്ടുമുട്ടിയതാണ്, ദിവാകരനെ കണ്ടുമുട്ടിയതോടുകൂടി എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു, മാറിപ്പോയിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് ദിവാകരന്റെ പ്രതികരണത്തിന് വേണ്ടി ആര് കാത്തു നിൽക്കുകയാണ്, നളിനി കാത്തു നിൽക്കുകയാണ്. ഒരു ഭാവമാറ്റവും ആരുടെ മുഖത്തില്ല, ദിവാകരന്റെ മുഖത്തില്ല. അപ്പം നളിനിക്ക് മനസ്സിലായി ഈ തന്നെ എന്ത് ചെയ്തിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത്. അപ്പം നളിനി എന്ത് ചെയ്യാണ്, കൂട്ടിച്ചേർക്കാണ്. താൻ ആരാണ്, ഭവാന് പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. ദിവാകര, അങ്ങ് പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന നളിനിയാണ് ഞാൻ. ഇപ്പൊ ദിവാകരന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയില്ല, നളിനിക്കറിയില്ല. അത് അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന എന്ന് പറയുന്ന പ്രയോഗം അവിടെ എന്ത് ചെയ്തത്, കൂട്ടിച്ചേർത്തത് എന്നുകൂടി നമുക്ക് ആ ഉത്തരത്തിനകത്ത് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഇങ്ങനെ പരിചയപ്പെടുത്താനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ എഴുതി വെക്കാവുന്ന ഉത്തരമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി ഇതിനകത്തുള്ള ശബ്ദഭംഗി കണ്ടെത്തലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കഷ്ടം, ദിഷ്ടം, ദൃഷ്ടം, ഇഷ്ടം എന്നീ പദങ്ങളുടെ ആവർത്തനം കവിതയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭംഗി കൂട്ടുന്നുണ്ട് എന്ന് നമ്മൾ എഴുതും. അതോടൊപ്പം ഈ ഇഷ്ട എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ ആവർത്തനം അതും വന്നിരിക്കുന്ന എവിടെയാണ്, രണ്ടാമത്തെ അക്ഷരമായിട്ടാണ്. അപ്പം നമ്മൾ അതിനകത്ത് എന്തു പറയും, ദ്വിതീയാക്ഷരപ്രാസം. കവിതയുടെ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കവി ഉപയോഗിച്ചിരിക്കുന്ന പ്രാസം ഏതാണ്, ദ്വിതീയാക്ഷരപ്രാസം എന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരും. പറഞ്ഞത് ക്ലിയർ ആണോ? ഇതിനകത്ത് നിന്ന് ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഭവാന് പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ എന്ന് നളിനി ദിവാകരനെ പരിചയപ്പെടുത്തുന്നതിന് കൂടെ പറയാനുള്ള കാരണം,
കാരണം പണ്ട് നാട് വിടുന്നതിന് മുമ്പ് കളിക്കൂട്ടുകാരായതിൻ്റെ പേരിൽ ദിവാകരന് നളിനിയോട് എന്തുണ്ടായിരുന്നു? ഇഷ്ടമുണ്ടായിരുന്നു. നളിനിക്ക് ആ ഇഷ്ടം പിന്നീട് എന്തായി മാറി? പ്രണയമായി മാറിയെങ്കിൽ ലൗകിക ജീവിത വിരക്തി പൂണ്ട ദിവാകരൻ എന്ത് ചെയ്തു? സന്യാസ മാർഗത്തിലേക്ക് പോയി. ഇപ്പോൾ ദിവാകരൻ്റെ മനസ്സിലൊരിപ്പ് എന്താണെന്ന് ആർക്കറിയണം? നളിനിക്കറിയണം. അതുകൊണ്ടാണ് ദിവാകരൻ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന കവിയായിരുന്നു, പെൺകുട്ടിയാണ് താൻ എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യുന്നത്? ആര് പരിചയപ്പെടുത്തുന്നത്? നളിനി പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെ, കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ പണ്ട് നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്യായി നീ. നേരത്തെ പറഞ്ഞതാണ്. കണ്ടു എന്നുള്ള വാക്കുണ്ട്, ഇണ്ടൽ എന്നുള്ള വാക്കുണ്ട്, പണ്ടു എന്നുള്ള വാക്കുന്നുണ്ട്, കണ്ടു എന്നുള്ളതുണ്ട്, വേണ്ട എന്നുണ്ട്, കേണിടേണ്ട എന്നുണ്ട്. ഇത്തരത്തിലുള്ള ഉണ്ട എന്ന അക്ഷരങ്ങളുടെ ആവർത്തനം ഈ കവിതയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വരികൾക്ക് ഭംഗി കൂട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയും എന്തുണ്ട്? ദ്വിതീയാക്ഷരപ്രാസമുണ്ട്. ഉണ്ട എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ദ്വിതീയാക്ഷരപ്രാസം. അപ്പം ആ ഉത്തരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റും. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയും സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. ഓരോ വരികളുടെയും അർത്ഥങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പാഠഭാഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുൻ ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക? വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.